ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക് തന്നെ പോകാം. തിരുവനന്തപുരം ആനാട് പഞ്ചായത്ത് ഓഫീസിന് യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. ചേലയിൽ വടക്കുംകര സ്വദേശി രഞ്ജിത്ത് കുമാറാണ് ഓഫീസിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തിരുവനന്തപുരത്തു നിന്നും കമലേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, എന്തിനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ രഞ്ജിത്ത് കുമാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി, കുറെ വർഷങ്ങളായി ഈ ലൈഫ് പദ്ധതി പ്രകാരം വീടിന് അപേക്ഷിച്ചിരുന്നു. എന്നാൽ പലതവണ ഇതിന്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടും രഞ്ജിത്ത് കുമാറിന് മാത്രം വീട് അനുവദിക്കുന്നില്ല. മനഃപൂർവ്വം തനിക്ക് വീട് നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഈ പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഭാര്യയും 2 മക്കളുമുണ്ട് രഞ്ജിത്തിന്. 4 സെന്റ് സ്ഥലമാണ് സ്വന്തമായി ഉള്ളത്. എന്നാൽ ഒരു വീട് രഞ്ജിത്തിന് നിലവിലില്ല. ഇദ്ദേഹം പെയിന്റിംഗ് തൊഴിലാളിയാണ്. അതോടൊപ്പം തന്നെ ഈസ്നോഫീലിയ അടക്കമുള്ള അസുഖം കാരണം ഈ പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് നിലവിൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിലും തന്നെ പരിഗണിക്കുന്നില്ല, തനിക്ക് അർഹമായ വീട് നിഷേധിക്കുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ കയറി ഈ ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത്. 2016 ആനാട് പഞ്ചായത്തിൽ ഈ വീടിനായി ഈ ലൈഫ് പദ്ധതി പ്രകാരം വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. ഈ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നിട്ടും തന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നതാണ് ഇയാളുടെ ആരോപണം. ഇത്തവണത്തെ ലിസ്റ്റിലും പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ അതാണ് പെട്ടെന്നൊരു പ്രേരണയുണ്ടായത്. ഇത്തവണ പുതിയതായി വന്ന ലിസ്റ്റിലും രഞ്ജിത്ത് കുമാറിന്റെ പേരില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇയാൾ പഞ്ചായത്ത് ഓഫീസിലെത്തി പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതേസമയം ഈ ലൈഫ് മിഷൻ മാനദണ്ഡം അനുസരിച്ച് വാർഡിൽ 28ാമതായി നമ്പറിൽ വീട്ടിന് ലിസ്റ്റിൽ പേരുണ്ട് എന്നും അതിന് പ്രകാരമാണ് വീട് അനുവദിക്കുന്നത്. അതായത് 28ാമത് നമ്പറായിട്ടാണ് രഞ്ജിത്തിന്റെ പേരുള്ളതെന്നും അതനുസരിച്ച് ഈ 28ാമത് ആവുമ്പോഴാണ് രഞ്ജിത്തിന് വീട് അനുവദിക്കുക എന്നതാണ് ഈ പഞ്ചായത്ത് അധികൃതരുടെ ഒരു വാദം ഈ വിഷയത്തിൽ. കമലേഷ്, ഇപ്പോഴും അയാൾ അവിടെ ആത്മഹത്യാ ശ്രമം നടത്തി തുടരുകയാണോ അതോ താഴെ ഇറക്കിയോ? ശ്രുതി, ഇയാളെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. തിരുവനന്തപുരം ആനാട് പഞ്ചായത്ത് ഓഫീസിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. ചേലയിൽ വടക്കുംകര സ്വദേശി രഞ്ജിത്ത് കുമാറാണ് ഓഫീസിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ലൈഫ് പദ്ധതിയിൽ വീട് നിഷേധിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു ഭീഷണി. ഇപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് നൽകിയത്.